വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ എല്ലാവരെയും ഹൃദയപൂർവ്വം ഒറ്റവാക്കിൽ സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുന്നു. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ശ്രീ വിജേഷ്, അദ്ദേഹമാണ് ഈ സ്കൂളിനെ കുറിച്ച് ആദ്യമായിട്ട് എന്നോട് സൂചിപ്പിക്കുന്നത്. ഞാൻ ഈ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു വിദ്യാലയത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ താല്പര്യം തോന്നുകയും തീർച്ചയായും ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ അതിനെല്ലാ പിന്തുണയും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഞാൻ ഹൃദയപൂർവ്വം അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഈ ഒരു പരിപാടിയിലും എന്നെ പങ്കെടുപ്പിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ആദരണീയനായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ വിശദമായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം സംസാരിച്ചത് കൊണ്ട് ഞാനൊരു ദീർഘമായ ഒരു പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. ഇത് ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള ശബരിമലയുടെ സമീപ പ്രദേശമാണ്. പമ്പാ നദിയും എഴുതാ നദി തൊട്ടപ്പുറത്തുകൂടെയാണ്, അതിൻ്റെ സംഗമ സ്ഥാനം കൂടിയാണ്. ഇവിടെ ഏറ്റവും പ്രകൃതി രമണീയമായിട്ടുള്ള ഏറ്റവും ഹൃദ്യമായ ഒരിടത്താണ് ഈ ഒരു വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. വളരെ സന്തോഷമുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൻ്റെ എല്ലാ അഭിമാനവും ആദ്യമേ ഞാൻ അറിയിക്കുകയാണ്. ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ബാല്യം ഓർമ്മ വരികയാണ്. ഇതുപോലുള്ള ഒരു സ്കൂളിൽ ആണ് ഞാനും എൻ്റെ ഒരു പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയത്. അത് കഴക്കൂട്ടം എന്ന് പറയുന്ന തിരുവനന്തപുരത്തിനടുത്തുള്ള, ഒരു കാലത്ത് അതൊരു നാട്ടിൻപുറമൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ടെക്നോ പാർക്കൊക്കെ വന്നതിന് ശേഷം ഒരു വ്യവസായ നഗരത്തിൻ്റെ ഒരു മുഖച്ഛായയൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു സാധാരണ ഒരു സർക്കാർ സ്കൂളിൽ ഇതുപോലുള്ള പരുക്കൻ സിമൻറ്റ് പാകിയ തറയിലിരുന്ന് ഇങ്ങനെ സ്ലേറ്റിൽ തറയും പറയും ഒക്കെ എഴുതിയ ആ ഒരു കാലം ഞാനിങ്ങനെ ഓർക്കുകയാണ്. അതെൻ്റെ കൂടെ പഠിച്ചിരുന്ന ഏറ്റവും സാധാരണക്കാരായ, എന്നെപ്പോലുള്ള ഏറ്റവും സാധാരണക്കാരായ കുട്ടികളുടെ ഒരു കൂട്ടം, അവിടെ ഏറ്റവും വളരെ ശുദ്ധമായ സൗഹൃദങ്ങളും ഇണക്കങ്ങളും പിണക്കങ്ങളും ഏറ്റവും നിറഞ്ഞ വാത്സല്യത്തോടെ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്ന അധ്യാപകരുടെ സ്നേഹവും ഒക്കെ ആ പരിമിതികൾക്കുള്ളിലും, ഒരു സർക്കാർ സ്കൂളിൻ്റെ പരിമിതി എന്ന് പറയുന്നത് ഒരുപക്ഷേ ഇതൊന്നും അങ്ങനെ ഒരു പരിമിതമായ സാഹചര്യം അല്ല ഇപ്പോൾ ഞാൻ കാണുമ്പോൾ. അന്നത്തെ ഒരു സർക്കാർ സ്കൂൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചോർന്നൊലിക്കുന്ന കെട്ടിടങ്ങളും അങ്ങനെയൊക്കെയുള്ള ഒരു ഇടമായിരുന്നു. അവിടെയാണ് ഞങ്ങളുടെയൊക്കെ ഒരു പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയത്. ഒരുപക്ഷെ അങ്ങനെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ചിരുന്നത് കൊണ്ടാകണം പിൽക്കാലത്ത് ഈ കലാരംഗത്തേക്കൊക്കെ വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു ഊർജം ലഭിച്ചത്. ശരിക്കും അങ്ങനെ ഒരു വിദ്യാഭ്യാസ ഒരു ബാല്യം എനിക്കുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം അവിടെ നമ്മൾ അറിയുന്നത് യഥാർത്ഥമായ ജീവിതത്തിൻ്റെ ഏറ്റവും സത്യസന്ധമായ മുഖങ്ങളാണ്. അവിടെ എൻ്റെ കൂടെയുള്ള എൻ്റെ ഈ സുഹൃത്തുക്കൾ എന്നൊക്കെ പറഞ്ഞാൽ യാതൊരു നാട്യവുമില്ലാത്ത, യാതൊരു കളങ്കവുമില്ലാത്ത ഏറ്റവും ശുദ്ധമായ ഒരു അന്തരീക്ഷത്തിലായിരുന്നു ശരിക്കും ആ ഒരു വിദ്യാഭ്യാസം. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ടും അത് അറിഞ്ഞും അനുഭവിച്ചും ഉള്ള ഒരു ബാല്യത്തിലൂടെ കടന്നുപോയത് തന്നെയാണ് പിൽക്കാലത്ത് കലാരംഗത്തൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതിൻ്റെ ഒരു ഊർജം എന്ന് പറയുന്നത് തീർച്ചയായും അത് തന്നെയാണ്. ഇവിടെയും എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഭിമാനിക്കാം. ഇത് ഏറ്റവും നല്ല ഒരു നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള തുടർ വിദ്യാഭ്യാസത്തിനുമൊക്കെ ഏറ്റവും നല്ല ഒരു ഇടത്താണ് നിങ്ങൾ എത്തിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അഭിമാനിക്കാം. ഇവിടെ ഏറ്റവും ശക്തമായി നിങ്ങൾക്കൊക്കെ പിന്തുണ നൽകുന്ന ഒരു PTA പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. PTA പ്രസിഡന്റ് ഇവിടെ സംസാരിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഈ സ്ഥാപനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളെക്കുറിച്ചൊക്കെ അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി. ഇവിടെ ഭാവിയിൽ ഒരു സയൻസ് ബാച്ച് അദ്ദേഹം ആവശ്യപ്പെട്ടത് വളരെ അർത്ഥവത്തായ ഒന്നാണ്. തീർച്ചയായും സമീപകാല ഭാവിയിൽ തന്നെ അധികാരികൾ അത്തരം ഒരു ഇടപെടൽ ആ കാര്യത്തിൽ നടത്തും. അതുപോലെ ഇതിൻ്റെ എല്ലാ വികസനത്തിൻ്റെ കാര്യങ്ങളിലും വലിയ ഇടപെടലുകൾ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റുമൊക്കെ ആത്മാർത്ഥമായി അത്തരം ശ്രമങ്ങൾക്ക് പിന്തുണ നൽകും. പഞ്ചായത്തിലെ മറ്റംഗങ്ങളും എല്ലാവരും നാട്ടുകാരുമൊക്കെ ചേർന്ന് തീർച്ചയായും വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനമായി ഭാവിയിൽ ഇത് മാറും എന്ന ഒരു ശുഭ പ്രതീക്ഷ എന്നെപ്പോലുള്ളവർക്കുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് ഞാനത് പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറയുകയായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ KK രാഗേഷ്, മുൻ രാജ്യസഭ അംഗമൊക്കെ ആയിരുന്ന അദ്ദേഹത്തിൻ്റെ നാട്ടിൽ കണ്ണൂരിനടുത്ത് ഒരു സ്കൂളിൻ്റെ ഒരു പരിപാടിക്ക് ഞാൻ പങ്കെടുത്തു. അദ്ദേഹം വിളിച്ചിട്ടാണ് ഞാൻ അവിടെ പോയത്. അത് ഒരു കുട്ടികൾ തീരെ ഇല്ലാതിരുന്നിട്ട് ഡിവിഷൻ ഫാളൊക്കെ വന്ന്
ഏതാണ്ടൊരു നാമാവശേഷമാകുന്ന അവസ്ഥയിലുണ്ടായിരുന്ന ഒരു സ്കൂളാണ്. പക്ഷേ ശ്രീ കെ രാഗേഷിൻ്റെയൊക്കെ ഒരു ശ്രമഫലമായിട്ട് ഈ CSR ഫണ്ട് അതുപയോഗിച്ച് ഇന്നിപ്പോൾ ഏതാണ്ട് 50 കോടിയോളം രൂപ ചിലവഴിച്ച് ആ സ്കൂളിനെ ഏറ്റവും മികച്ച ഒരു അന്താരാഷ്ട്ര വിദ്യാഭ്യാസ കേന്ദ്രമായിട്ട് ഇപ്പോൾ മാറ്റി. ഞാനവിടെ ചെന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ഇതൊരു സർക്കാർ സ്കൂളാണെന്ന് ഒരിക്കലും പറയാൻ പറ്റാത്ത തരത്തിൽ എല്ലാ ഭൗതികമായ സാഹചര്യങ്ങളും ഒരുക്കിക്കൊണ്ട് ഇപ്പോൾ അവിടെ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ ഉൾപ്പെടെ കുട്ടികൾക്ക് നീന്തൽ പരിശീലനമൊക്കെ നടത്താൻ പറ്റും. ആ തരത്തിൽ ഏറ്റവും ഹൈടെക് ആയിട്ടുള്ള ക്ലാസ് റൂമുകൾ അന്നവിടെ ആ ഒരു പരിപാടി നടക്കുമ്പോൾ അത് ക്ലാസ് റൂമുകളിൽ ഇരുന്ന് അത് ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനം, കുട്ടികളൊക്കെ ആ ക്ലാസ് മുറികളിൽ ഇരുന്ന് ആ പരിപാടി അവിടെ കാണാൻ പറ്റാത്ത കുട്ടികൾക്ക് കഴിയുന്ന തരത്തിൽ. അപ്പോൾ ആ രീതിയിലൊക്കെ ഉള്ള എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഒക്കെയുള്ള ഇപ്പോൾ അത് ഏറ്റവും ഒരു മികവിൻ്റെ കേന്ദ്രമായി, ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് എന്ന് പറയാവുന്ന തരത്തിൽ ഏറ്റവും മികച്ച റിസൾട്ടും ഒക്കെ വരുന്ന ഒരു സ്ഥാപനമായിട്ട് ഇന്നിപ്പോൾ അവിടെ ഒരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കൾ തമ്മിൽ മത്സരമാണ്. ആ തരത്തിൽ ഒരു വലിയ വികസനം അവിടെ സാധ്യമാക്കി. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ നടക്കാവ് നടക്കാവിനടുത്ത് അങ്ങനെ ഒരു സ്കൂൾ കോഴിക്കോട് ജില്ലയിൽ, ഇതൊക്കെ നമ്മുടെ മുമ്പിൽ മാതൃകകളായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളവും അത്തരമൊരു ഇടപെടലും ശ്രമവും ഒക്കെ ഉണ്ടായാൽ ഭാവിയിൽ ഇത് ഇപ്പോൾ ഏറ്റവും വലിയ നമ്മുടെ ഒരു പോരായ്മ പല സ്കൂളുകളിൽ ചെല്ലുമ്പോൾ ഈ സ്ഥലപരിമിതിയാണ്. അപ്പോൾ ഞാൻ PTA പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ ആവശ്യത്തിലധികമുണ്ടോ എന്നെനിക്കറിയില്ലെങ്കിലും ആവശ്യത്തിന് സ്ഥലമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ മറ്റെന്തെങ്കിലും വികസനങ്ങൾ വന്നാൽ തന്നെ അതിനെല്ലാം പര്യാപ്തമായ ഒരു സ്ഥല സൗകര്യമൊക്കെ ഉള്ള ഇടമാണ് ഇവിടം. അതുകൊണ്ട് തന്നെ ഒരു വളരെ കൃത്യതയോടുകൂടി വളരെ പ്ലാനിങ്ങോടുകൂടിയൊക്കെയുള്ള ഒരു ഫലപ്രദമായ ഇടപെടലുണ്ടായാൽ തീർച്ചയായും ഈ മേഖലയിൽ ഏറ്റവും സുദൃഢമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ കേന്ദ്രമായി ഇതിനെ മാറ്റാൻ, ഏറ്റവും മികവിൻ്റെ ഒരു കേന്ദ്രമായി ഇതിനെ മാറ്റാൻ, ഈ സ്ഥാപനത്തെ മാറ്റാൻ അത് കഴിയും. അങ്ങനെ കഴിയട്ടെ എന്ന് ഹൃദയപൂർവ്വം ഞാൻ ആശംസിക്കുകയാണ്. ഒരു ദീർഘമായ പ്രഭാഷണത്തിന് ഞാൻ മുതിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. മറ്റൊരവസരത്തിൽ തീർച്ചയായും നമുക്ക് ദീർഘമായി തന്നെ സംസാരിക്കാം. ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ അവരെല്ലാം വിശന്നിരിക്കുകയാണ്. 12:30 മണിക്കാണ് സാധാരണ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ബ്രേക്ക് പറയാറ്. ഇന്നിപ്പോൾ 2 മണിയാകാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൾ തന്നെ പറഞ്ഞു, ഈ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് കുട്ടികൾ കഴിക്കും. അപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് തിരിച്ച് തിരുവനന്തപുരത്ത് പോകാനുമുള്ളത് കൊണ്ട് ഞാനതിനെ നിൽക്കുകയായിരുന്നു. ആ ഒരു നിർദ്ദേശത്തിന് അതിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയും കൂടിയാണ്. ഇത്രയും ഒരു വൈകിയ വേളയിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഞാനിങ്ങനെ സുദീർഘമായി സംസാരിക്കുന്നത് ഔചിത്യമല്ല എന്നെനിക്കറിയാം. എല്ലാ ആശംസകളും എല്ലാ നന്മകളും ഞാൻ നിങ്ങൾക്ക് നേരുകയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് അത് കുറേ അറിവുകൾ ഇങ്ങനെ കുത്തി നിറച്ച് നിങ്ങളെ വിടുന്ന ഒന്നല്ല, നല്ല മനുഷ്യരാവുകയാണ് ഏറ്റവും പ്രധാനം. വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് നല്ല മനുഷ്യനെ, എന്താണ് നല്ല മനുഷ്യനെന്ന് പറയുന്നത്? നന്മയും കാരുണ്യവും സഹജീവി സ്നേഹവും സഹാനുഭൂതിയും നമ്മുടെ ഈ സമൂഹത്തിലുള്ള മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരോടൊക്കെയുള്ള കാരുണ്യവും ഒക്കെ ചേരുമ്പോഴാണ് നല്ല ഹൃദയമുള്ള മനുഷ്യരായി മാറുകയാണ് ഏറ്റവും പ്രധാനം. ആർദ്രമായ മനസ്സുള്ളവരായി ഏറ്റവും നല്ല മാതൃകകളായി നിങ്ങൾ വളർന്നു വരട്ടെ. ഇന്നിപ്പോൾ വർത്തമാനകാലം ഒരുപാട് ആശങ്കകളൊക്കെ ഉള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മദ്യവും മയക്കുമരുന്നും ഇങ്ങനെയുള്ള മാരകമായ ലഹരി, ഒപ്പം കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും മൊബൈൽ ഫോണും ഒക്കെ മറ്റൊരു തരത്തിലും മാരകമായി ലഹരിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടത്തിൽ അതിൻ്റെ ഒന്നും ചതിക്കുഴികളിൽ പെട്ടുപോകാതെ ജീവിതം ഏറ്റവും സുന്ദരമായി, ഏറ്റവും മാതൃകാപരമായി, മറ്റു മനുഷ്യരെ സ്നേഹിക്കുന്നവരും കരുതുന്നവരുമായി, ഏറ്റവും സ്നേഹമുള്ള നന്മയുള്ള നല്ല മനുഷ്യരായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് ഇവിടുത്തെ ഒരു വിദ്യാഭ്യാസ കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അവിസ്മരണീയമായ ഒന്നായി മാറട്ടെ. ഈ സമൂഹത്തിന് ഏറ്റവും പ്രയോജനപ്രദമായ ഒരു ജീവിതം ജീവിക്കാൻ നിങ്ങൾ എത്ര ഔന്നത്യങ്ങളിൽ നിങ്ങൾ എത്തിയാലും, നിങ്ങൾ ഏതൊക്കെ വലിയ വലിയ ഉന്നത ബിരുദങ്ങൾ നിങ്ങൾ നേടിയാലും, നമുക്ക് ചുറ്റുമുള്ള ദരിദ്രരായ മനുഷ്യരെയും മറ്റ് സഹജീവികളെയും നമ്മൾ കാണുകയും കരുതുകയും അവരെ കൂടി ചേർത്ത് പിടിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടാകുന്നത്. മനുഷ്യനെ സ്നേഹിക്കുമ്പോഴാണ് ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏറ്റവും സ്നേഹമുള്ള നന്മയുള്ള നല്ല മനുഷ്യരാകാൻ ഈ കിസുമം സ്കൂളിലെ
വിദ്യാഭ്യാസം അത് നിങ്ങൾക്ക് അതിനുള്ള കരുത്തും ശക്തിയും പകരട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിനും എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും പ്രോത്സാഹനത്തിനുമൊക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ചും ശ്രീ വിജേഷ്, നിങ്ങളുടെ പ്രിൻസിപ്പൾ, ഏറ്റവും നല്ല ഒരു പ്രിൻസിപ്പളിനെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഒരു കയ്യടിയോടുകൂടി നിങ്ങളത് സ്വീകരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. കാര്യം ഇത്രയേറെ കൃത്യതയോടുകൂടി കാര്യങ്ങളിൽ ഇടപെടുകയും ഒരു ഇച്ഛാശക്തിയോടുകൂടി എല്ലാ കാര്യങ്ങളിലും തൻ്റെതായ ഒരു വീക്ഷണത്തോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രിൻസിപ്പാളിനെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ PTA പ്രസിഡന്റ്, നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, എല്ലാവരും ഈ ഒരു സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വലിയ ഊർജ്ജവും ശക്തിയും പകരുന്നവരാണ്. ശ്രീ വിജേഷിനെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ സംസാരിക്കേണ്ടതുണ്ട്. എത്രയോ പ്രാവശ്യം അദ്ദേഹം എന്നെ ടെലിഫോണിലൂടെയൊക്കെ വിളിച്ചിട്ട് ഈ സ്കൂളിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ അഭിമാനത്തോടു കൂടി പറയുകയും, ഏറ്റവും മികച്ച സ്കൂളായിട്ടിപ്പോൾ തിരഞ്ഞെടുത്ത ഈ PM ഫൗണ്ടേഷൻ തിരഞ്ഞെടുത്തപ്പോൾ ആ സന്ദർഭമൊക്കെ അദ്ദേഹം വളരെ വൈകാരികമായിട്ടാണ് അതിനോടൊക്കെ പ്രതികരിച്ചത്. അപ്പോൾ ഈ ഒരു സ്കൂളിനോട്, ഈ ഒരു സ്ഥാപനത്തിനോട്, ഇവിടുത്തെ തൻ്റെ സഹപ്രവർത്തകരോട്, ഈ കുഞ്ഞുങ്ങളോട്, രക്ഷകർത്താക്കളോടൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആത്മബന്ധത്തെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അദ്ദേഹം വളരെ ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഈ വേദിയിൽ അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ ഒരു അവസരം വിനിയോഗിക്കുകയാണ്. എല്ലാ ആശംസകളും പ്രിയപ്പെട്ട ശ്രീ വിജേഷിന്. അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഏതാണ്ട് 23ഓളം അധ്യാപകരുണ്ട്, അനധ്യാപകരുണ്ട്. അവർക്കെല്ലാം ശക്തമായി പിന്തുണ നൽകുന്ന ഇവിടുത്തെ രക്ഷകർത്താക്കൾ എല്ലാവരെയും, ഈ PTA, അതുപോലെ ഇവിടുത്തെ ഈ ജനപ്രതിനിധികൾ മുഴുവൻ പേരെയും ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് മറ്റൊരു അവസരത്തിൽ തീർച്ചയായും നമുക്ക് വീണ്ടും കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈ ഒരു അവസരത്തിന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.